നിങ്ങൾക്ക് ഓടുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴോ മുട്ടിന്റെ മുൻഭാഗത്തായിട്ട് അതായത് ചിരട്ടയുടെ അവിടെ ആയിട്ട് വേദന അനുഭവപ്പെടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റണ്ണേഴ്സ് നീ എന്നുള്ളൊരു കണ്ടീഷൻ ആവാം. ഹായ്, ഞാൻ ഡോക്ടർ സൂര്യൻ, ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പൊ നമുക്ക് ഇന്ന് എന്താണ് റണ്ണേഴ്സ് നീ എന്ന് നോക്കാം. റണ്ണേഴ്സ് നീ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ മുട്ടിന്റെ ചിരട്ടയുടെ ചുറ്റുമുള്ളൊരു വേദന, ഇല്ലെങ്കിൽ മുട്ടിന്റെ ചിരട്ടയില്ല അതിന് അകത്തുള്ളൊരു വേദന ആയിരിക്കും. സോ ഇതെങ്ങനെ വരണേ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. നോർമലി നമ്മൾ നമ്മുടെ മുട്ട് മടക്കുകയും നിവർത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടിന്റെ ചിരട്ട തൊടയിലിന്റെ മുകളിലായിട്ട് മൂവ് ആവണം. ഇത് മര്യാദയ്ക്ക് മൂവ് ആവാത്തപ്പോഴാണ് നമുക്ക് ഈ വേദന അനുഭവപ്പെടുക. ഈ വേദന അനുഭവപ്പെടുന്ന എപ്പോഴായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ദൂരം നമ്മൾ ഓടുമ്പോഴോ, ഇല്ലെങ്കിൽ താഴെ ഇരുന്നിട്ട് എണീക്കുമ്പോഴോ, ഇല്ലെങ്കിൽ നമ്മൾ കാല് മടക്കിയൊക്കെ താഴെ ഇരിക്കത്തില്ലേ, അങ്ങനെ ഇരിക്കുമ്പോഴോ, ഇല്ലെങ്കിൽ നമ്മൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് ഈ വേദന അനുഭവപ്പെടുക. നമുക്കിത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്, ഓടുന്നവരാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൂടുതൽ ഡിസ്റ്റൻസ് ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വേദന വരാം. രണ്ടാമത്തെ, നമ്മുടെ തൊടയിലുള്ള മസിൽസ് ടൈറ്റ് ആവുകയാണെങ്കിൽ, ഹാംസ്ട്രിങ്, IT ബാൻഡ് പോലുള്ള മസിൽസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ടൈറ്റ് ആവുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവന്നെത്തിക്കും. പിന്നെ നമ്മുടെ ഹിപ്പ് മസിൽസ് വീക്കർ ആണെങ്കിൽ, പിന്നെ നമ്മളിപ്പം ഫുട് വെയർസ് ഉപയോഗിച്ച് ചെരുപ്പൊക്കെ ഉപയോഗിക്കുന്നത് അത് മര്യാദക്കുള്ള ചെരുപ്പുകൾ ഉപയോഗിച്ചില്ലെങ്കിലും പ്രശ്നമാണ്. അതല്ലാണ്ട് നമുക്കിപ്പം ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. റണ്ണേഴ്സ് നീ ഉണ്ടെങ്കിൽ എപ്പോഴും അത് സർജറി ചെയ്ത് മാറ്റണം എന്നുള്ളതില്ല. മോസ്റ്റ് കണ്ടീഷൻസ് നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ ശരിയാക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കൊടുക്കുക. കൂടുതൽ ഓടുന്നവരാണെങ്കിൽ കുറച്ച് ദിവസം ഓടുന്നൊക്കെ അവോയ്ഡ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മസിൽ ഒന്ന് പ്രോപ്പർ ആവും. അതൊന്ന്. രണ്ടാമത്തത്, നമുക്ക് ഐസിങ് ചെയ്യാം. ഓടി വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം ഐസിങ് ചെയ്യുന്നത് ഭയങ്കര ഉപയോഗം ഉണ്ടാവും, അല്ലെങ്കിൽ ഫലപ്രദമായിരിക്കും. പിന്നെ എന്നുള്ളത്, നമുക്ക് മസിൽസ് വീക്ക് ആയിട്ടുണ്ടാവുമല്ലോ, ആ വീക്ക് ആയിട്ടുള്ള മസിൽസിന് പ്രോപ്പറായിട്ട് സ്ട്രെങ്തൻ ചെയ്യുക. ടൈറ്റ് ആയിട്ടുള്ള മസിൽസിനെ സ്ട്രെച്ച് ചെയ്യുക. കാര്യം നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ മസിലിന് സ്റ്റെബിലിറ്റി കിട്ടുകയും ചെയ്യും. മാത്രമല്ല ടൈറ്റ് ആയിട്ടുള്ള മസിലിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയുള്ള ടൈറ്റ്നസ് റിലീസ് ആവുകയും ചെയ്യും. അപ്പൊ നീ ജോയിന്റ് പ്രോപ്പർ ആയിരിക്കും. നമ്മളിപ്പം ആദ്യം ഐസിങ് ഒക്കെ ചെയ്തു, റെസ്റ്റ് ഒക്കെ എടുത്തു, എന്നിട്ട് നമുക്ക് വേദന മാറുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫിസിയോതെറാപ്പിസ്റ്റിനെ, ഡോക്ടറിനെ എപ്പോഴാണ് കാണേണ്ടത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. കാര്യം നമുക്കിപ്പം ഇതൊക്കെ ചെയ്തു അതിന് ശേഷവും കാലിൽ നീരുണ്ട്, കാല് ലോക്ക് ആവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഓടാൻ ശ്രമിക്കുമ്പോൾ കാല് കുഴഞ്ഞു പോകുന്ന പോലത്തെ ഫീല്, ഇങ്ങനത്തെയൊക്കെ ഫീൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഡോക്ടറിനെ, ഫിസിയോതെറാപ്പിസ്റ്റിനെയോ കാണണം. ചില സമയത്ത് വേദന 3 ആഴ്ച കൂടുതലുണ്ടാവും. ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആകുമ്പോൾ നമ്മൾ വേഗം അടുത്തുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയോ ഇല്ലെങ്കിൽ ഒരു ഡോക്ടറിനെയോ ഓർത്തോനെയോ ആരെങ്കിലും നമ്മളൊന്ന് ആദ്യം കാണുക. കണ്ടിട്ട് അതിനെന്താണോ ആവശ്യം, അതിനാവശ്യമുള്ള എക്സസൈസസ് പ്രോപ്പർ ഗൈഡൻസിലൂടെ മാത്രം ചെയ്യുക. റണ്ണേഴ്സ് നീ എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇത് നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.